നമുക്ക് ദുബായ് നഗരത്തിന്റെ തിരക്കിലേക്ക് ഒന്ന് കടക്കാം അല്ലേ? ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ, തിളങ്ങുന്ന മാർക്കറ്റുകൾ, എങ്ങും ജനപ്രവാഹം. ഇതിനിടയിൽ ഒരു ചെറിയ എളിമയുള്ള കടയുണ്ട്, ബഹാല ഉമൈമ. ഈ കടയുടെ ഉടമ ഉമൈമ എന്ന 50കാരി. കാണാൻ ലളിതമായ ഒരു സ്ത്രീ, പക്ഷേ ജീവിതം അവരെ എളുപ്പത്തിൽ വിട്ടിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവിനെ നഷ്ടപ്പെട്ടു. 2 മക്കളെ കഷ്ടപ്പാടോടെ വളർത്തി. ഇപ്പോൾ മക്കൾ വലുതായി. ഒരാൾ അബുദാബിയിൽ, മറ്റവൻ ഷാർജയിൽ. ഉമൈമ എപ്പോഴും പറയും, സന്തോഷമൊരു വലിയ നന്മയാണ്. കുറച്ചിനും ധാരാളത്തിനും അല്ലാഹുവിനോട് നന്ദി പറയണം. ഒരു ശരത്കാല രാവിലെ കാറ്റ് നല്ല നനുത്തു വീശുന്ന ഒരു ദിവസം ഉമൈമ കടയിൽ ഈന്തപ്പഴം ഷെൽഫിലടുക്കുകയാണ്. പെട്ടെന്ന് ഒരു പെൺകുട്ടി 10 വയസ്സ് തോന്നിക്കുന്ന, മെലിഞ്ഞ, കുറച്ച് കീറിയ വസ്ത്രം ധരിച്ച വേഗത്തിൽ കടയിലേക്ക് കയറി. ഒരു റൊട്ടിയും കുറച്ച് ഈന്തപ്പഴവും പിടിച്ച് ഒറ്റ ഓട്ടം. ഒരു വാക്കുപോലും പറയാതെ അവൾ പുറത്തേക്ക് പോയി. നമുക്കൊന്ന് ചിന്തിക്കാം, നിന്റെ കടയിൽ ആരോ വന്ന് എന്തെങ്കിലും എടുത്തോടിയാൽ എന്തു തോന്നും? ഉമൈമ ആദ്യം ഞെട്ടി, പിന്നെ ദേഷ്യവും വന്നു. എന്റെ കഷ്ടപ്പാടിന്റെ സാധനം. പക്ഷേ ദേഷ്യത്തിനപ്പുറം എന്തോ ഒരു അമ്മ മനസ്സ് അവളിൽ ഉണർന്നു. ഈ കുട്ടി എന്തിനാണ് മോഷ്ടിച്ചത്? വിശപ്പിന്റെ വല്ല കാര്യവുമുണ്ടോ? ഈ ചോദ്യം അവളെ അലട്ടി. എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് ഉമൈമ ഒരു തീരുമാനമെടുത്തു. കട തുറന്നിട്ട് ആ പെൺകുട്ടിയെ പിന്തുടർന്നു. ഓടിയില്ല, പക്ഷേ വേഗത്തിൽ നടന്നു, ഒളിഞ്ഞുനോക്കി. കുട്ടി അൽറാസ് എന്ന പഴയ ഒരു പ്രദേശത്തെ ഇടുങ്ങിയ തെരുവുകളിലൂടെ ഓട്ടി. പഴകിയ മതിലുകൾ, അടഞ്ഞ കടകൾ, പൊട്ടിപ്പോയ കെട്ടിടങ്ങൾ. ഈ സ്ഥലം ഒരു കുട്ടിക്ക് സുരക്ഷിതമല്ല. ഉമൈമയ്ക്ക് അങ്ങനെ തോന്നി. അവസാനം കുട്ടി ഒരു പഴകിയ 2 നില കെട്ടിടത്തിന്റെ മുന്നിൽ നിന്നു. ചുറ്റും നോക്കി, പിന്നെ വേഗം അകത്തേക്ക് കയറി. ഉമൈമ ഒരു മതിലിന്റെ മറവിൽ നിന്ന് ശ്രദ്ധിച്ചു. പടികൾ കയറുന്ന ശബ്ദം, പിന്നെ ഒരു ചെറിയ കുട്ടിയുടെ ശബ്ദം. നിന്റെ കയ്യിൽ ഭക്ഷണമുണ്ടോ? ആ പെൺകുട്ടി മറുപടി പറഞ്ഞു, അതെ, പക്ഷെ കുറച്ചേ ഉള്ളൂ. ഈ വാക്കുകൾ ഉമൈമയുടെ ഹൃദയത്തിൽ കൊണ്ടു, അല്ലേ? അവൾക്ക് പഴയ ഓർമ്മകൾ വന്നു. മകൻ പനി വന്ന് കിടന്നപ്പോൾ, മരുന്നിന് പണമില്ലാതെ വിഷമിച്ച ദിവസങ്ങൾ. ഈ കുട്ടി മോഷ്ടിച്ചത് ജന്മം കൊണ്ടല്ല, വിശപ്പുകൊണ്ടാണ്. ഉമൈമയുടെ മനസ്സ് പറഞ്ഞു. അവൾ അവിടെ നിന്ന് മടങ്ങി, പക്ഷേ മനസ്സ് അസ്വസ്ഥമായിരുന്നു. പിറ്റേന്ന് ഉമൈമ ഒരു ചെറിയ സഞ്ചി തയ്യാറാക്കി. ആ റൊട്ടി, ഈന്തപ്പഴം, പാൽ, കുറച്ച് ചീസ്. അത് കടയുടെ മുന്നിൽ വെച്ചു, ഒളിഞ്ഞിരുന്ന് നോക്കി. ആ പെൺകുട്ടി വന്നു, ചുറ്റുമൊളിഞ്ഞു നോക്കി, സഞ്ചിയെടുത്ത് ഓട്ടി. ഉമൈമയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു, പക്ഷേ ഹൃദയം നിന്ന് തുടിച്ചു. ആരാണ് ഈ കുട്ടി? ഇവർ എവിടെ ജീവിക്കുന്നു? മാതാപിതാക്കൾ എവിടെ? എന്തിനാണ് ഇവർ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? ദിവസങ്ങൾ കഴിഞ്ഞു. ഉമൈമ എല്ലാ ദിവസവും ഒരു സഞ്ചി വെച്ചുകൊടുത്തു. പെൺകുട്ടി കൃത്യമായി വന്ന് അതെടുത്തോടി. പക്ഷേ ഒരു ദിവസം കുട്ടി വന്നില്ല. ഉമൈമയുടെ മനസ്സ് ആദി പിടിച്ചു. വൈകുന്നേരം കുട്ടി എത്തി, മുഖം വിളറി, ശരീരം ക്ഷീണിച്ച് എന്തോ ഒളിപ്പിച്ചു വരുന്നു. ഉമൈമ തീരുമാനിച്ചു, ഇനി മടിക്കേണ്ട, എന്താണ് സത്യമെന്നറിയണം. നമുക്കൊന്ന് ശ്വാസം വിടാം, കാരണം ഇനി കഥ കുറച്ച് തീവ്രമാകുമല്ലേ. ഉമൈമ ആ കെട്ടിടത്തിന്റെ പടികൾ കയറി ഒരു പഴകിയ മുറിയുടെ വാതിൽക്കലെത്തി. വാതിൽ അല്പം തുറന്നിരുന്നു. അവൾ ഒളിഞ്ഞുനോക്കി. ഒരു ഞെട്ടിക്കുന്ന കാഴ്ച. ആ പെൺകുട്ടി നഹ എന്നാണ് പേര്. തന്റെ 5 വയസ്സുള്ള സഹോദരി ദാലിയയോടൊപ്പം ഒരു 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ അദ്നാൻ നോക്കുന്നു. മുറിയുടെ മൂലയിൽ ഒരു മനുഷ്യൻ, അവരുടെ പിതാവ്, അനക്കമില്ലാതെ കിടക്കുന്നു. മുറി പോലും മുറിയല്ല. പൊടിപിടിച്ച ചുവരുകൾ, പൊട്ടിയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഒരു പഴകിയ പുതപ്പ്, ഒരു കാല് പൊട്ടിയ കസേര. ഉമൈമയുടെ ഹൃദയം തകർന്നു. ഈ കുട്ടികൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്നു? നഹ ഉമൈമയെ കണ്ടു ഭയന്നു. ഞാൻ മോഷ്ടിക്കാൻ ഉദ്ദേശിച്ചതല്ല, അവർക്ക് വിശപ്പ് മാറ്റാനാണ്. ഉമൈമ മെല്ലെ ചോദിച്ചു, നിന്റെ പപ്പ ആരാണ്? എന്താണ് സംഭവിച്ചത്? നഹി പറഞ്ഞു, അവന്റെ പേര് ഇബ്രാഹിം, പക്ഷെ അവൻ രോഗിയാണ്, ദിവസങ്ങളായി എഴുന്നേൽക്കുന്നില്ല. ഉമൈമ അടുത്തേക്ക് ചെന്നു. ഇബ്രാഹിമിന്റെ നെറ്റിയിൽ തൊട്ടു. നല്ല പനി, ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, ഉമൈമ പറഞ്ഞു. പക്ഷേ നഹ ഭയന്നു. ഞങ്ങൾക്ക് പേപ്പറുകളില്ല, പോലീസ് ഞങ്ങളെ പിടിക്കും. നമുക്ക് ഒന്ന് ആലോചിക്കാം. ഈ കുടുംബം നിയമവിരുദ്ധമായി ഒളിവിൽ ആരുടെയും സഹായമില്ലാതെ ജീവിക്കുന്നു. ഒരു 10 വയസ്സുകാരി തന്റെ സഹോദരങ്ങളെ നോക്കുന്നു. ഉമൈമക്ക് അവരെ അവിടെ വിട്ടിട്ട് പോകാൻ തോന്നിയില്ല. അന്ന് രാത്രി അവർ ഭക്ഷണവും മരുന്നുമെടുത്ത് മടങ്ങിവന്നു. ഇബ്രാഹീമിന്റെ നെറ്റിയിൽ തണുത്ത തുണി വെച്ചു, കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു. പക്ഷേ ഇവിടെ കഥ മാറുന്നു, അല്ലേ? ഒരു ദിവസം ഉമൈമ ബഹാല അടയ്ക്കുമ്പോൾ ഒരു മനുഷ്യൻ നല്ല വസ്ത്രം ധരിച്ച ഒരു ഗൗരവം അവർക്കൊരു കവർ നൽകി ഒന്നും പറയാതെ പോയി. കവർ തുറന്നപ്പോൾ ഒരു കത്ത്. ഈ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കൂ, അല്ലെങ്കിൽ പശ്ചാത്തപിക്കും. ഉമൈമയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ആരാണിത്? എന്തിനാണ് ഭീഷണി? ഞാൻ എന്താണ് ഇവിടെ കണ്ടുപിടിച്ചത്?
നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തു ചെയ്യും? ഉമൈമ ഭയന്നെങ്കിലും പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അവർ തന്റെ സുഹൃത്ത് സനായിന്റെ ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നവൾ സഹായം തേടി. ഇബ്രാഹീമിനെ ഒരു ചെറിയ ക്ലിനിക്കിലേക്ക് മാറ്റി. ഡോക്ടർ പറഞ്ഞു, ന്യൂമോണിയ, ഇനി വൈകിയാൽ അപകടമാണ്. ഇതിനിടയിൽ മറ്റൊരു കവർ ഉമൈമയ്ക്ക് ലഭിച്ചു. അതിൽ ഇബ്രാഹീമിന്റെ ഒരു പഴയ ഫോട്ടോ നല്ല സ്യൂട്ട് ധരിച്ച ഒരു വൻകിട കമ്പനിയുടെ മുന്നിൽ നിൽക്കുന്നു. ദാർ അൽ നൂർ ഒരു കോൺട്രാക്ടിംഗ് കമ്പനി 2 വർഷം മുമ്പ് ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ പേര് വന്ന് അടഞ്ഞുപോയത്. ഇബ്രാഹീം ഇതിൽ എന്താണ്? ഉമൈമയുടെ മനസ്സ് ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. നമുക്ക് കുറച്ചുകൂടി അന്വേഷിക്കാമല്ലേ? ഉമൈമ ഒരു പഴയ പത്രപ്രവർത്തകനായ അബ്ദുൽ ലത്തീഫിനെ കണ്ടു. അവൻ പറഞ്ഞു, ഇബ്രാഹിം ഖാലിദ് അബ്ദുൽ ഹാദി ദാർ അൽ നൂറിന്റെ ഫിനാൻഷ്യൽ മാനേജറായിരുന്നു. ഒരു വലിയ തട്ടിപ്പ് കണ്ടെത്തി, പക്ഷേ അവനെ കുറ്റവാളിയാക്കി. അവൻ പണവുമായി ഒളിച്ചോടിയെന്നാണ് എല്ലാവരും കരുതിയത്. ഉമൈമ ഞെട്ടി. പക്ഷേ അവനിപ്പോൾ ഒരു രോഗിയാണ്, ഒളിവിൽ കുട്ടികളോടൊപ്പം. അബ്ദുൽ ലത്തീഫ് പറഞ്ഞു, ഒരുപക്ഷെ അവനെ ആരോ കെണിയിൽ കുരുക്കി. അല്ലെങ്കിൽ അവൻ ഒളിവിൽ പോയത് ആരെയോ ഭയന്നാണ്. പിന്നീട് ഒരു ദിവസം ഉമൈമ വീണ്ടും ആ കെട്ടിടത്തിൽ ചെന്നപ്പോൾ മുറി ശൂന്യം. നഹ, ദാലിയ, അദ്നാൻ, ഇബ്രാഹിം എല്ലാവരും അപ്രത്യക്ഷരായി. ഒരു ബ്ലാങ്കറ്റ് പോലുമില്ല. ഉമൈമയുടെ ഹൃദയം തകർന്നു. എവിടെ പോയി? അവൾ ഒരു കോണിൽ ദാലിയയ്ക്കു കൊടുത്ത ഒരു പഴയ തടി കളിപ്പാട്ടം കണ്ടു. കണ്ണുകൾ നിറഞ്ഞു. നമുക്കിനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഉമൈമ MS ഹോൾഡിംഗ്സ് എന്ന പേര് ഒരു കത്തിൽ കണ്ടു. അബ്ദുൽ ലത്തീഫിന്റെ സഹായത്തോടെ അവർ കണ്ടെത്തി, ഇത് ദാർ അൽ നൂറിന്റെ ഒരു ഷെൽ കമ്പനിയാണ്. ഇബ്രാഹിമിന്റെ സഹോദരി മഹിയുടെ പേര് രജിസ്റ്റർ ചെയ്തത്. ഒരു ദിവസം ഒരു കത്ത് വന്നു. നിനക്ക് സത്യമറിയണമെങ്കിൽ ഖലീജ് ടവറിന്റെ 7ാം നിലയിൽ വാ. ഉമൈമ ഭയത്തോടെ അവിടെ ചെന്നു. അവിടെ മഹ ഇബ്രാഹിമിന്റെ സഹോദരി അവരെ കാത്തിരുന്നു. മഹ പറഞ്ഞു, ഇബ്രാഹിം കുറ്റവാളിയല്ല. ദാർ അൽ നൂറിൽ ഒരു വലിയ തട്ടിപ്പ് പണം വെളുപ്പിക്കൽ വ്യാജ കരാറുകൾ അവൻ കണ്ടെത്തി. അവനെ കുറ്റവാളിയാക്കി അവൻ ഒളിവിൽ പോയി. ഞാൻ അവനെ ഒളിമ്പറഞ്ഞ് സഹായിച്ചു. പക്ഷേ ഇപ്പോൾ എവിടെയാണവർ? ഉമൈമ ചോദിച്ചു. മഹ പറഞ്ഞു, ഇബ്രാഹിമിന് ഒരു സ്ട്രോക്ക് വന്നു. ഇപ്പോൾ ഒരു ആശുപത്രിയിൽ വ്യാജ പേരുപയോഗിച്ച്. കുട്ടികൾ എന്റെ കൂടെയാണ്. പെട്ടെന്ന് നഹയും ദാലിയയും മുറിയിലേക്ക് ഓടിവന്നു. ദാലിയ ഉമൈമയെ കെട്ടിപ്പിടിച്ചു. കണ്ണുകൾ നിറഞ്ഞു. നമുക്ക് കഥയിവിടെ ഒന്ന് നിർത്തി ആലോചിക്കാം. ഒരു ചെറിയ മോഷണം ഒരു വലിയ സത്യത്തിലേക്ക് ഉമൈമയെ എത്തിച്ചു, അല്ലേ? മഹ ഇബ്രാഹിമിന്റെ മറച്ചുവെച്ച തെളിവുകൾ, വ്യാജ കരാറുകൾ, പണം വെളുപ്പിക്കലിന്റെ രേഖകൾ ഒരു പഴയ ഗോഡൌണിൽ നിന്നെടുത്തു. ഉമൈമ അബ്ദുൽ ലത്തീഫിന്റെയും ഒരു വക്കീലിന്റെയും സഹായത്തോടെ ഈ തെളിവുകൾ പുറത്തുകൊണ്ടുവന്നു. ഒരു ഞായറാഴ്ച പത്രത്തിന്റെ 1ാം പേജിൽ വാർത്ത വന്നു. ഖാലിദ് അൽ മൻസൂരി, ബിസിനസ്സുകാരന്റെ മറുവശം. ഖാലിദ് ദാർ അൽ നൂറിന്റെ മേധാവി ഈ തട്ടിപ്പിന്റെ ആസൂത്രകനായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു കൊടുങ്കാറ്റ്. ഖാലിദിനെ അറസ്റ്റ് ചെയ്തു. ഇബ്രാഹിമിന്റെ കേസ് വീണ്ടും തുറന്നു. ഇബ്രാഹിം ആശുപത്രിയിൽ നിന്ന് ദുർബലനായി കോടതിയിൽ ഹാജരായി. ഞാനൊരു ഹീറോ അല്ല, ഒരു മനുഷ്യനാണ്. എന്റെ മനസാക്ഷി ശുദ്ധമാകാൻ ശ്രമിച്ചു, അവൻ പറഞ്ഞു. അവന്റെ സാക്ഷ്യം, തെളിവുകൾ എല്ലാം ഖാലിദിന്റെ കുറ്റം തെളിയിച്ചു. നമുക്കൊന്ന് ചിരിക്കാം, കാരണം കഥ ഇവിടെ ഒരു സന്തോഷകരമായ വഴിത്തിരിവിലേക്ക് പോകുന്നു, അല്ലേ? ഇബ്രാഹിമിനും കുട്ടികൾക്കും നിയമസംരക്ഷണവും പിന്തുണയും ലഭിച്ചു. മഹ തൊഴിലാളികൾക്ക് നീതി ലഭിക്കാൻ ഒരു ചെറിയ ലീഗൽ സെന്റർ തുറന്നു. അബ്ദുൽ ലത്തീഫിന് പത്രപ്രവർത്തകന്റെ അവാർഡ് കിട്ടി. അവന്റെ കഥ ഒരു ഡ്രാമയാക്കാൻ പോലും പ്ലാനുണ്ട്. ഉമൈമ അവർ തന്റെ ബക്കാലയിലേക്ക് മടങ്ങി. പക്ഷേ ഇപ്പോൾ കടയിൽ കൂടുതൽ ആളുകൾ വരുന്നു. എല്ലാവർക്കും ഉമൈമയോട് ബഹുമാനം. വൈകുന്നേരങ്ങളിൽ നഹയും ദാലിയയും ഉമൈമയോടൊപ്പം ഇരിക്കും. കഥകൾ കേൾക്കും. ധൈര്യത്തിന്റെ, സത്യത്തിന്റെ ഒരു ചെറിയ മോഷണം എങ്ങനെ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു എന്നതിന്റെ. നഹ ഒരിക്കൽ ചോദിച്ചു, നിനക്ക് ഞങ്ങളെ അറിയില്ലായിരുന്നിട്ടും എന്തിനാണ് സഹായിച്ചത്? ഉമൈമ പുഞ്ചിരിച്ചു. നന്മ ചിലപ്പോൾ ഏറ്റവും ചെറിയവരിൽ നിന്ന് തുടങ്ങും. ഒരു മോഷണം എന്ന് തോന്നിയത് ഒരു അപേക്ഷയായിരുന്നു.